ഇടുക്കി അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. ഭാര്യ സന്ധ്യ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് 10 മണിക്ക് ശേഷമാണ് ഈ ഒരു വലിയ അപകടമുണ്ടാകുന്നത്. ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണ് നീക്കിയത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ 22 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 22 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിരുന്നു. 10 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ വീട്, ബിജുവിന്റെ വീട് പൂർണ്ണമായും തകർന്നിരുന്നു. ക്യാമ്പിലേക്ക് മാറ്റിയ കുടുംബങ്ങൾക്കൊപ്പം ബിജുവും കുടുംബവും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റൊരാവശ്യത്തിന് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രാദേശിക ജനപ്രതിനിധികളൊക്കെ പ്രതികരിച്ചത് പ്രകാരമാണെങ്കിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് അവിടെ മണ്ണെടുപ്പ് നടന്നിരുന്നത്. ദേശീയപാതയ്ക്ക് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അവിടെ നടന്നിരുന്നത് എന്നാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. ശക്തമായ മഴ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നത് പോലെ ഒരു മാറ്റിപ്പാർപ്പിക്കൽ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ പല രീതിയിൽ പല ഘട്ടങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പറയുന്നത് പ്രകാരമാണെങ്കിൽ ശക്തമായ ഒരു മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം ഇതാകുമായിരുന്നില്ല, ആഘാതം വർദ്ധിക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രധാനമായും അവർ ഊന്നി പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. ദേശീയപാതയ്ക്കായി മണ്ണെടുത്തതാണ് ഇത്തരത്തിലൊരു വലിയ ഒരു അപകടത്തിന് അവിടെ കാരണമായിട്ടുള്ളത് എന്നാണ്. കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിൽ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ മണ്ണ് മാറ്റാൻ പോലും ദേശീയപാത അതോറിറ്റി തയ്യാറായില്ല. ഇത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നും പറയുന്നു. ആഷിക്ക് സംഭവ സ്ഥലത്ത് തുടരുന്നുണ്ട്. ആഷിക്ക് ഇപ്പോൾ എവിടെയാണുള്ളത്? മറ്റ് വീടുകളിലെ ആൾക്കാർ, ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ച ആൾക്കാർ ആരെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? ആരുടെങ്കിലും പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഈ ഘട്ടത്തിൽ ആരും തന്നെ മടങ്ങി എത്തിയിട്ടില്ല. ഈ മരണപ്പെട്ട ബിജുവിന്റെയും സന്ധ്യയുടെയും കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത് മണ്ണിടിഞ്ഞ് വീണ് രക്ഷാപ്രവർത്തനം നടന്ന വീടിന്റെ മുൻഭാഗമാണ്. മുൻഭാഗത്ത് എത്രത്തോളം മണ്ണ് കയറിയിട്ടുണ്ട് എന്ന് ഇവിടെ നിന്ന് തന്നെ വ്യക്തമാണ്. അതിന്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന മേൽക്കൂര, പിന്നീട് അതിന്റെ ചെറിയ മേൽക്കൂരയുടെ മറ്റു ഭാഗങ്ങൾ, മേൽക്കൂരയ്ക്ക് തൊട്ട് മുകൾ ഭാഗം വരെ മണ്ണ് വീണിരുന്നു. മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനുള്ളിൽ കൂടെയായിരുന്നു ആദ്യഘട്ടത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന സന്ധ്യയെയും ബിജുവിനെയും ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. പിന്നീടാണ് ഇതിന്റെ മറുവശത്തേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് പൊട്ടിച്ച് അവർക്കുള്ളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പിന്നീട് അത് ദീർഘനേരം നീണ്ടു നിൽക്കുകയായിരുന്നു. അതിസൂക്ഷ്മമായി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ദീർഘനേരം ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയായിരുന്നു. ജീന സൂചിപ്പിച്ചതുപോലെ 22 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവരാരും ഇതേവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു കാണേണ്ടതാണ്. എത്രത്തോളം വലിയ ദുരന്തം അവരുണ്ടായി എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ആ മണ്ണിനടിയിൽ പെട്ടുപോയ 3 കുടുംബങ്ങൾ, അവർ എങ്ങനെ ഈ ദുരന്തത്തോട് പ്രതികരിക്കും എന്നുള്ളത്, വീടുകൾ മണ്ണിനടിയിൽ പെട്ടുപോയ 3 കുടുംബങ്ങൾ എങ്ങനെ ഈ ദുരന്തത്തോട് പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവർക്ക് ഇനി എങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ് അവശേഷിക്കുന്ന കാര്യം. ഏതായാലും അവർ തൊട്ടടുത്ത് തന്നെയുള്ള അടിമാലി ഹൈസ്കൂളിലാണ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ അവർ ഈ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അപകടങ്ങൾ കൂടുതൽ ഗൗരവതരമായി മാറിയേനെ എന്നുള്ളതാണ്. ഇന്നലെ മന്ത്രി റോഷി അഗസ്റ്റിനും ഡീൻ കുര്യാക്കോസ് എം പി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെയും നടന്നു വന്നിരുന്നത്. അവർ അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കർശനമായ നിർദ്ദേശമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്നുള്ളത് വളരെ ഒരു ദുഃഖകരമായ കാര്യമാണ് എന്നുള്ളതും അവർ ആ ഘട്ടത്തിൽ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇതിന് പറയുന്ന ബിന്ദുവിൻ്റെയും സന്ധ്യയുടെയും ബന്ധുക്കളുടെ വീട് ഇതിന് തൊട്ട് ചേർന്ന ഭാഗത്താണ്. ഇവിടെ നിന്ന് തൊട്ട് പിന്നാമ്പുറത്താണ്. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ക്യാമറ തിരിക്കാമെന്ന് തോന്നുന്നു. ആ ഭാഗത്താണ്, ആ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ബിന്ദുവിൻ്റെയും സന്ധ്യയുടെയും കുടുംബ വീട് ഉണ്ടായിരുന്നത്. ആ പാതയിലൂടെ അങ്ങോട്ട് മുൻഭാഗത്തോട്ട് പോയാൽ അവിടെ കാണാം. അവരാണ് ബന്ധുക്കളൊക്കെ ഉള്ളത്. അവിടെയായിരുന്നു മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സന്ധ്യയും ബിന്ദുവും മാറി നിന്നിരുന്നത്. അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. രാത്രി 9 മണിയോട് കൂടിയാണ് ഭക്ഷണം കഴിക്കാൻ എന്ന ആവശ്യത്തിന്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവര് വീട്ടിലേക്ക് എത്തുകയാണ്. അതായത് നേരത്തെ സന്ധ്യയുടെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാനാണ് ഇവിടെ എത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഒപ്പം ക്യാമ്പുകളിലേക്ക് ബിജുവും കുടുംബവും മാറിയിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാനായി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത്. ആഷിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും അപകട സാധ്യത അല്ലെങ്കിൽ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി
ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദുരന്തം വളരെ വലിയ രീതിയിൽ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരുന്നത് എന്നത് ആശ്വാസകരമാണ്. 10 വീടുകൾ മണ്ണിനടിയിലായി, 3 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ ബിജുവിന് ജീവൻ നഷ്ടമാകുന്നു. സന്ധ്യ പരിക്കുകളുടെ ആശുപത്രിയിലാകുന്നു. ഏതായാലും ക്യാമ്പുകളിലേക്ക് മടങ്ങിപ്പോയ ആരും ഇതുവരെ 22 കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. അടിമാലി ഹൈസ്കൂളാണ് ഇപ്പോൾ ഈ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങളെല്ലാം ഉള്ളത്. അവരാരും ഇതുവരെ തിരിച്ച് അവിടെ എത്തിയിട്ടില്ല. ഒരു പക്ഷേ ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടും അവർക്കുണ്ടാകുമെന്നത് ശ്രദ്ധേയമാണ്. ആഷിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാത അതോറിറ്റിക്കെതിരെ അവിടെ ജനപ്രതിനിധികളൊക്കെ സംസാരിച്ചിരുന്നു.